സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ലൈജു പി ജെ അവരുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനരായ നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ അറിയിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ ഒരിക്കൽ കൂടി വന്ദനം പറയുകയും പ്രത്യേകാൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ തന്നെ ശുശ്രൂഷകനാണ്, കോട്ടയം വട്ടമലപ്പടിയിലുള്ള നമ്മുടെ സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലൈജു പി ജെ അവരുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ PMG യൂത്ത്സിൻ്റെ കോട്ടയത്തെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതനായ കത്തദാസനാണ്. ആ പ്രിയ കത്തദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം നാം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ വളരെ സ്നേഹത്തോടും ആദരവോടും ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി ഈ സഭയിൽ കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങളെ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. PMG ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ TM കോശി അവറുകൾ, അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ദാസൻ PMG യൂത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്തദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തപ്പെടുവാൻ ദൈവ അവസരങ്ങളെ നൽകിയതിനായി ദൈവത്തിന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ സഭയിൽ ദൈവജന ശുശ്രൂഷിപ്പാൻ ദൈവ അവസരങ്ങളെ നൽകിയതിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അവസരം ഒരുക്കിയ ഒരു ബഹുമാന്യ കർത്തദാസനോട് സഭയോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ബഹുമാന്യ കർത്തദാസനെ ഓർമ്മപ്പെടുത്തിയതുപോലെ പാമ്പാടിയിലാണ് ഞാൻ സഭയോ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. PMGയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവ അവസരങ്ങളെ നൽകിയതിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കർത്താവ് നൽകുന്ന എല്ലാവിധ അവസരങ്ങൾക്കും ദാനങ്ങൾക്കുമായി ഇന്ന് പകൽ ദൈവത്തിന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നാം എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലത്തെ ദൈവവചന ധ്യാനത്തിനായി ഞാൻ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിയ ഒരു സന്ദേശം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ മറ്റൊരു സന്ദേശം എൻ്റെ ഹൃദയത്തിൽ പറയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരുന്ന ഒരു ദൈവവചന ഭാഗം നിങ്ങളുമായി പങ്കുവയ്പ്പാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനാധാരമായി രൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. മതി. ഞാൻ ചില വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ നാട്ടിലുള്ള കോട്ടയത്തുള്ള ഒരു സഭയിൽ ശുശ്രൂഷകൾക്കായി പോയ സന്ദർഭത്തിൽ അവിടെ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് വാക്യം വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ ആൻ്റിയുടെ മുഖമൊക്കെ വല്ലാതെയായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഴയ നിയമത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് വാക്യം വായിച്ചിട്ടാണോ പ്രസംഗിക്കാൻ എന്ന് തോന്നുന്ന രീതിയിൽ അവിടുത്തെ ആൻറ്റിയുടെയും ചിലരുടെയൊക്കെ മുഖമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മ്ലാനമാകുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ മുഖമൊന്നും മ്ലാനമാകേണ്ട. മറ്റൊരിടത്ത് ചെന്നപ്പോൾ അദ്ദേഹം പാട്ടുപാടി ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു,
ഇവിടെ ഞങ്ങൾ കൂടുതലും പുതിയ നിയമം മാത്രമേ പ്രസംഗിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തന്നെ തോന്നി, ചിലപ്പോൾ എന്നെ കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇനി ഞാൻ എന്തെങ്കിലും പഴയ നിയമത്തിൽ ഏതെങ്കിലും വാക്യം വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനോർത്തായിരിക്കാം അദ്ദേഹം അങ്ങനെ എന്നോട് മുൻകൂറായിട്ട് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ഞാൻ പഴയ നിയമത്തിൽ നിന്നും വാക്യം വായിച്ച് പ്രസംഗിക്കരുതെന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹം മുൻകൂറായിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഞങ്ങളിവിടെ പുതിയ നിയമം മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, ഞാനത് കേട്ടു. ഞാനന്ന് പ്രസംഗിച്ച തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് പ്രസംഗിച്ചത്. സന്ദേശം വലിയ അനുഗ്രഹമായിരുന്നു. എനിക്ക് തോന്നിയത് അവിടെ പാടിയ പാട്ടിൻ്റെ വരികൾ മുഴുവനും പഴയ നിയമം ആസ്പദമാക്കി പാട്ട് അവിടെ പാടിയ പറവോന് ഞാൻ അത് പഴയ നിയമത്തിലെ പുസ്തകത്തിലെ വാക്യങ്ങളാണ്. അപ്പോൾ പഴയ നിയമത്തിന് ആസ്പദമാക്കി പാട്ട് പാടുന്നതിനോട് പ്രശ്നമില്ല, പുതിയ നിയമത്തിൽ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്തൊരു അവസ്ഥയാണ്. ഞാൻ അത്ര പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ മനസ്സൊന്നും ഇടിയാതിരിക്കാൻ വേണ്ടി മുൻകൂർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഇതെല്ലാം ദൈവശ്വാസികമായ വചനമാകയാൽ ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായി സംസാരിക്കാൻ ഇടയാകും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇത് വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ പലയിടങ്ങളിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ പാർക്കുന്ന ഇടത്തുണ്ട്. സ്തോത്രം. എല്ലാറ്റിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്നാൽ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് പകൽക്കാലത്ത് ദൈവജന ധ്യാനത്തിനായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. മനോഹരമായ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് രൂത്ത്, നവോമി, ബോബസ്. 3 പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട സ്ഥലം ഇതിനകത്തുണ്ട്. ഒന്ന് ബേത്ലഹേം, 2 മോവാബ്. 3 പ്രധാനപ്പെട്ട വ്യക്തികൾ, 2 പ്രധാനപ്പെട്ട സ്ഥലം. ഈ 3 വ്യക്തികളെ ആസ്പദമാക്കി, ഈ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് രൂത്തിൻ്റെ പുസ്തകം യാത്ര ചെയ്യുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഈ പുസ്തകം ധ്യാനിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, വായിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഇതിനകത്ത് നമുക്ക് കേൾക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് ഇടയാകും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ ചില നാളുകൾക്ക്, ചില വർഷങ്ങൾക്ക് പിറകിൽ ചില ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി തന്ന ചില സന്ദേശങ്ങൾ ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തിന് ഞാൻ ഒരു പേരിട്ടിരിക്കുകയാണ്, രൂത്തിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അതല്ലെങ്കിൽ നവോമിയുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അതല്ല എങ്കിൽ നവോമിയുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ. സ്തോത്രം. ഈ സന്ദേശത്തിന് ഈ പുസ്തകത്തിൽ ഈ സന്ദേശത്തിന് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിത്തരുന്ന ഒരു ടൈറ്റിൽ ഇതാണ്. ഇത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ വാക്യം, അതിന് ഈ രൂത്തും നവോമിയും ഓർപ്പയും കൂടെ മോവാബ് വിട്ട് പോരുക. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പല കാര്യം പറഞ്ഞ് നവോമി 2 മരുമക്കളെയും പിന്തിരിപ്പിച്ച് ഓർപ്പ ആ കാര്യത്തിനകത്ത് പിന്മാറി. എന്നാൽ രൂത്ത് തൻ്റെ തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. അവൾ അമ്മായിമ്മയോട് പറയുന്നു, ഇനി എന്നോട് മടങ്ങിപ്പോകാൻ പറയരുത്, ഇനി എന്നെ ആ കാര്യത്തിനകത്ത് നിർബന്ധിക്കുകയേ ചെയ്യരുത്, അമ്മ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോരുകയാണ് എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തോടെ അവർ 2 പേരും നടന്നു പോരുകയാണ്. ഇനി എന്നെ പിന്തിരിപ്പിക്കുക, ഞാൻ ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകത്തില്ലെന്നുള്ള ഉറപ്പ് രൂത്ത് നവോമിയോട് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന ഒടുവിൽ പറയുന്ന വാക്കാണ് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. സ്തോത്രം. നിന്റെ ദൈവം എൻ്റെ ദൈവം. നമുക്ക് ഈ സന്ദേശത്തിലേക്ക് വരാം. നമ്മുടെ ടൈറ്റിൽ സന്ദേശത്തിൻ്റെ ആ മുഖവുര അല്ലെങ്കിൽ ആ പേര് മറന്നു പോകരുത്, നവോമിയുടെ
ദൈവത്തിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. ഈ സന്ദേശം ഓരോ ചിന്തകൾ പറയുമ്പോൾ തന്നെ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് വളരെ പരിചിതമാണ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും, എത്ര കേട്ടാലും മതി വരാതെ വണ്ണം നമ്മെ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുന്ന തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ വായിക്കുന്ന പത്രങ്ങൾ, രാവിലെ കിട്ടിയ പത്രം വൈകിട്ട് വീണ്ടും വായിക്കത്തില്ല, നാളെ വായിക്കത്തില്ല. പക്ഷേ തിരുവെഴുത്ത് രാവിലെയും വൈകിട്ടും സമയം ലഭ്യമാകുന്നതോടൊപ്പം തന്നെ ഈ വചനം നാം ധ്യാനിക്കുക. ഒരിക്കൽ പോലും നമുക്ക് എന്ത് തോന്നിയിട്ടില്ല, ഒരു മടുപ്പോ ഇനി ഈ പുസ്തകം വായിക്കണ്ട എന്ന് ആർക്കും തോന്നിയിട്ടില്ല. അത്രമാത്രം നമ്മെ ജീവിപ്പിക്കുന്ന ജീവൻ്റെ വചനമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നാം ശ്രദ്ധിച്ചാൽ ഈ ജീവൻ്റെ വചനം നമ്മെ സഹായിക്കുവാനും സൗഖ്യമാക്കുവാനും നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഈ വചനം ഇന്ന് പകൽ നമുക്ക് വിടുതലായി, രക്ഷയായി, ദൈവപ്രവൃത്തിയായി, സമാധാനമായി, വിടുതലായി മാറുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്ക് ഇന്ന് പകൽ സൗഖ്യത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ, വിടുതലോടെ കടന്നു പോകുവാനിടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒന്നാമത്തെ രൂത്തിന്റെ നവോമിയുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അനുഗ്രഹിക്കുന്ന ദൈവമാണ്. 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ടു മടങ്ങിപ്പോകാൻ. അപ്പൊ ഒന്നാമത്തെ ചിന്ത, ദൈവത്തിന്റെ പ്രത്യേകത അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം അവിടെ വായിക്കുന്നു, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന്. സ്തോത്രം. എന്താണ് അവിടെ അങ്ങനെ പറയുന്നത്? പശ്ചാത്തലം ഇതാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തു വരുന്ന കാലയളവിൽ ബേത്ലഹേം എന്ന് പറയുന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിൽ ആ സ്ഥലത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഒരു ഫാമിലി, ഒരു കുടുംബം ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് പോയി. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമാണ്. അവിടെ ക്ഷാമമുണ്ടായി, അവർ മോവാബിലേക്ക് പോയി. ഒരു കുടുംബമേ പോയുള്ളൂ, ബാക്കിയുള്ള ആളുകൾ ആ ദേശത്തുണ്ട്, ആ പട്ടണത്തിലുണ്ട്. സത്യത്തിൽ ഒത്തിരി ആളുകൾ അവിടുന്ന് പോയില്ല. ആ പട്ടണത്തിൽ ക്ഷാമമുണ്ടായി, അവരങ്ങോട്ട് പോയി. ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് പോയി. 10-ാം തലമുറ പോലും അവിടെ പോകരുന്നുള്ള പ്രമാണം നിലനിൽക്കെ ഈ കുടുംബം അങ്ങോട്ട് പോയി. നവോമി, തൻ്റെ ഭർത്താവ്, 2 ആൺമക്കൾ, അങ്ങനെ ഒരു കുടുംബം ക്ഷാമം വന്നപ്പോൾ പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് അവർ പോയി. അവിടെ ചെന്നതിന് ശേഷമായി നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം നവോമിയുടെ ജീവിതത്തിലുണ്ടായി. ആദ്യം ഭർത്താവ് നഷ്ടപ്പെട്ടു. 2 ആൺമക്കളും അവിടെയുള്ളവരുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട് അധികം താമസിക്കുന്നതിന് മുമ്പ് 2 ആൺമക്കളും വിട പറയുന്നു. ചില നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 10 വർഷത്തിനകം നവോമി കേൾക്കുന്ന ഒരു വാർത്ത, താൻ വിട്ടുപോകുന്ന തൻ്റെ സ്വന്തം ദേശമായ ബേത്ലഹേമിൽ ഒരു കൊയ്ത്ത് നടക്കുകയാണ്. ദൈവം ആ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ക്ഷാമമെന്ന് പറഞ്ഞ് ആ ദേശത്തിനകത്ത് ഇപ്പോൾ ക്ഷാമമല്ല, ഇപ്പോൾ അവിടെ കൊയ്ത്ത് നടക്കുകയാ. കൊയ്ത്തിൻ്റെ കാലമുണ്ട്, കൊയ്ത്തിൻ്റെ അനുഭവമോടെ നടക്കുക. എന്താണ് അനുഗ്രഹം? എന്താണ് അനുഗ്രഹം? നമ്മുടെ ഇടയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരാശയമാണ്. സൈക്കിളുമായി വരിക, കാറുമായി പോകുക. ചെറുതുമായിട്ട് വരിക, വലുതുമായിട്ട് കടന്നു പോകുക എന്ന് പറയുന്ന വലിയ ഉപദേശം ഞങ്ങളുടെ നാട്ടിൽ പരക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിനൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നു. എന്താണ് അനുഗ്രഹം?
അനുഗ്രഹം എന്ന പദം ആദ്യം ബൈബിളിൽ കാണുന്നത് മനുഷ്യരോടുള്ള ബന്ധത്തിലല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ. അവയെ അനുഗ്രഹിച്ചു. 22-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1:22. അവയെ അനുഗ്രഹിച്ചു എന്ന പദമാണ് ആദ്യം അവിടെ കാണുന്നത്. ഇത് മനുഷ്യരോടെ ബന്ധത്തിലല്ല ആദ്യം പറയുന്നത്. അപ്പൊ അനുഗ്രഹത്തിനകത്തൊരു വർധനവുണ്ട്. പിന്നെയാണ് മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നത്. എന്താണ് യഥാർത്ഥ അനുഗ്രഹം? അതൊന്ന് പറയാൻ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39:2. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മതി, നമുക്ക് പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. അടിമച്ചന്തയിൽ നിന്ന് യോസഫിനെ വിലയ്ക്ക് വാങ്ങി പൊത്തിഫേറിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വായിക്കുന്നു, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ആ വാക്കിൻ്റെ അർത്ഥം യഹോവ അവന് കൂടെ ഉണ്ടായിരുന്നു, അവൻ വിജയിയായി തീർന്നു. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എത്ര പേർ ഈ പകലാമയം പറയും കർത്താവിന് സാന്നിധ്യമുണ്ട് എങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്? ആ വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരാം. ഇവിടെ യോസഫിനോടുകൂടെ യഹോവയുണ്ടായിരുന്നു. ഈ യോസഫ് പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്നത് നിമിത്തം, ഈ ചെറുപ്പക്കാര നിമിത്തം 10-17 വയസ്സുള്ള യോസഫ് പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്ന നിമിത്തം പൊത്തിഫേറിൻ്റെ വീടിനെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 39-5 വാക്യം അങ്ങനെയാ, 5-6 വാക്യങ്ങൾ. അവൻ തന്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രയീമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. അപ്പൊ എന്റെ ചോദ്യം യോസഫിനോട്, യോസഫേ നിന്റെ അനുഗ്രഹം എന്താ? യോസഫ് നിമിത്തം അദ്ദേഹത്തിന് ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടു, അദ്ദേഹത്തിന് വീട് അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ യോസഫിന് അനുഗ്രഹം എന്താ? അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് പോകാൻ ഇടയില്ല, വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല, അവരെ ഓടിച്ചു വിട്ടതാ. ചത്തെന്നും പറഞ്ഞ് മരിച്ചെന്നും പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ തെളിവ് കൊടുത്തിരിക്കുക, പോകാൻ ഇടമില്ല. അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഈ ചെറുക്കനെ. പക്ഷെ ഈ ചെറുക്കൻ നിമിത്തം, യോസഫ് നിമിത്തം പൊത്തിഫേറിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടുക. എന്താ യോസഫിൻ്റെ അനുഗ്രഹം? യോസഫിൻ്റെ അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എത്ര പേർക്ക് ഈ പകൽ ബോധ്യമുണ്ട്? ഏതെങ്കിലും ഭൗതിക മെറ്റീരിയലുകളുടെ അളവ് വർദ്ധിക്കുന്നതിലല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. ഇന്ന് പകല് കർത്താവിന്റെ കരം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം ഇന്ന് പകല് നാം അനുഭവിക്കപ്പെടുന്നെങ്കിൽ അതിൽ പരം അനുഗ്രഹം വേറെയില്ല. പുതിയ നിയമത്തിൽ എഫെസ്യ ലേഖനം 1-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. മതി. സ്വർഗത്തിലെ ഈ ലോകത്തിൽ, നശ്വരമായ ലോകത്തിൽ 70-80-100 വയസ്സ് വരെ ഈ ഭൂമിയിൽ പാർത്തേക്കാം. അത് വിട്ടു പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിനാലുള്ള ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ട് ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശുവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. അത് ലഭ്യമായവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും ഭൗതികത്തിന്റെ അളവിലല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. നല്ല കാറ് കിട്ടിയേക്കാം, വീട് കിട്ടിയേക്കാം, അതൊക്കെ ലഭിക്കപ്പെടുമ്പോൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്തോണം. ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ലഭ്യമായതെല്ലാം ദൈവനാമത്തിന് വേണ്ടി ചെലവിടണം. സ്തോത്രം. ഈ ഭൗതിക തരത്തിലുള്ള വർധനവ് നമുക്കുണ്ടാകുമ്പോൾ ഒന്നും കൂടെ കർത്താവിനോട് വിധേയത്വമുണ്ടാകണം, ദൈവത്തോട് സ്നേഹമുണ്ടാകണം, മാനസാന്തര അനുഭവം ഉണ്ടാകണം. പുതിയ തെളിവ് ഞാൻ പറയാം. ഈ പത്രോസ് ഒരു രാത്രി മുഴുവനും മീൻ പിടിച്ചു, പക്ഷെ മീൻ പിടിക്കാൻ പോയി കിട്ടിയില്ല.
പടകും വലയൊക്കെ ശൂന്യമായ മനുഷ്യൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, പടക് തരണം, എനിക്ക് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞു. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീ എന്ത് ചെയ്യണം? മീൻപിടുത്തത്തിന്. ആ വലയ്ക്കകത്തേക്ക് ഉള്ള മത്തിയെല്ലാം കൂടെ വന്ന് കയറി. ഒത്തിരി ദൂരം പോകേണ്ടി വന്നില്ല. ആ വലയ്ക്കകത്ത് മീൻകൂട്ടം ഇരച്ചു കയറി കിട്ടി. അത് കഴിഞ്ഞ് പത്രോസ് സത്യത്തിൽ പറയുന്നൊരു പദം ഇങ്ങനെയാണ്. ഈ മീനെല്ലാം കൂടെ കണ്ടപ്പോൾ പത്രോസിന് തോന്നിയത്, കർത്താവിനോട് പറയാണ്, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ട് പോകണം. നോക്കിക്കേ, മത്തിയും ഒക്കെ വലയ്ക്കകത്ത് കയറിയപ്പോൾ പത്രോസിന് ഒരു കാര്യം ബോധ്യമുണ്ടായി. സ്തോത്രം, ഞാൻ പാപിയാണ്, ഇത് ഞാൻ അനുഭവിക്കുവാൻ യോഗ്യനല്ല. ഒരു പക്ഷെങ്കിൽ 1 മണിക്കൂർ യേശു കർത്താവ് അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം കേട്ടിട്ട് പത്രോസിന് പാപബോധമുണ്ടായില്ല. പക്ഷേ അത്ഭുതം നടന്നപ്പോൾ പത്രോസിന് പാപബോധം വെളിപ്പെട്ടു. സ്തോത്രം, ഇന്ന് പകൽ തിരിച്ചറിയണം, ദൈവം നമുക്ക് തരുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ സമ്പത്തുകൾ, അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുമ്പോൾ ദൈവത്തോട് കൂടുതലും വിധേയത്വവും സ്നേഹവും നമുക്കുണ്ടാകണം. എന്താണ് അനുഗ്രഹം? യേശുക്രിസ്തുവിനെ അറിയുന്നത്. ബാക്കിയെല്ലാം ഈ ഭൗതികത്തിൻ്റെ മെറ്റീരിയൽ അടിസ്ഥാനത്തിലാണ് അനുഗ്രഹമെങ്കിൽ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്നത് അനിൽ അംബാനിനെയൊക്കെയാണ്. നിങ്ങളോട് പിണങ്ങിയോ? ഭൗതികം മാനദണ്ഡമല്ല. ഇന്ന് ലഭ്യമാകുന്നതെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് അത് അനുഭവിച്ചോണം, സ്തോത്രം പറഞ്ഞോളണം. നല്ല വീട്ടിൽ പാർക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ തരുമ്പോൾ ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാറ്റിനും എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം, ദൈവത്തോട് സ്തോത്രം ചെയ്യണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അത്ര അവസാനിപ്പിക്കുകയാണ്. ഈ ബേദലഹേം എന്ന് പറയുന്ന ക്ഷാമം കൊടുമ്പരി കൊണ്ട് നിൽക്കുന്ന ആ മണ്ണിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായി. 10 വർഷങ്ങൾക്ക് ശേഷമായി അവിടെ കൊയ്ത്തുകാലം നടക്കുക. നവോമി അറിഞ്ഞു, ഞാൻ വിട്ടുപോകുന്ന ദേശത്ത് ഇവിടെ കൊയ്ത്തു നടക്കുക, ഒരു കൊയ്ത്ത് കാലമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഭാഗം പറയും, ഇങ്ങനെ പറയാറുണ്ട്, ആരെല്ലാം ഈ ബേദലഹേം വിട്ടു പോയാലും അവിടെ ആ പട്ടണം നശിക്കത്തില്ല. എന്താ കാരണമെന്നറിയാമോ? ആ കാരണം മീകാ പ്രവചനം 5:2 കൂടെ ഒന്ന് വായിക്കാമോ? ഈ ബേദലഹേമിൽ എന്തെല്ലാം ക്ഷാമം വന്നാലും, ആരെല്ലാം ഈ പട്ടണം വിട്ടുപോയാലും ഈ പട്ടണം നശിക്കത്തില്ല, നിലനിൽക്കും. എന്താ കാരണം? മീകാ 5:2. നീയോ ബെത്ലഹേമേ, ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാൽ ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് വന്ന് ജനിക്കേണ്ട സ്ഥലമാണ് ഏത്? ബേത്ലഹേം. ഈ പട്ടണത്തോട് ദൈവത്തിന് വാഗ്ദത്തമുണ്ട്. ആരെല്ലാം ഈ പട്ടണം വിട്ട് ക്ഷാമം വന്ന് എല്ലാവരും ബേത്ലഹേം വിട്ടു പോയാൽ ഈ പട്ടണത്തെ ദൈവം നിലനിർത്തും. കാരണം എന്നാ ചോദിച്ചാൽ, യേശു വന്ന് ജനിച്ചു വീഴേണ്ട മണ്ണാണ് ഈ ബേത്ലഹേം. ആ മണ്ണിലാണ് ക്ഷാമമുണ്ടായത്. ആ ക്ഷാമം താൽക്കാലികമാണ്. ഏത് പ്രതിസന്ധികൾക്കകത്തും പിടിച്ചു നിന്ന ഒരു ദൈവപ്രവൃത്തിയെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. എത്ര പേർക്ക് ഈ പകൽ മനസ്സിലാകുന്നുണ്ട്? ക്ഷാമം വരുമ്പോൾ പ്രമാണം വിട്ടു പോകരുത്. 116 സങ്കീർത്തനം വാക്യം വായിക്കുന്ന പറയുന്നുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ കേട്ടില്ലെങ്കിലോ? പ്രാർത്ഥന യാചനയും കേട്ടില്ലെങ്കിൽ, അതുകൊണ്ട് കർത്താവെ ഞാൻ ഈ ബൈബിൾ അടയ്ക്കുക എന്ന് പറയുകയല്ല. ഹബക്കുക്ക് പറയുന്നു, അത്തി തളിർക്കത്തില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, എങ്കിലും ഞാൻ യഹോവയിൽ എന്ത് ചെയ്യുന്നു? ആനന്ദിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്, നമ്മൾ കർത്താവ് ദൈവം നമുക്ക് ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഈ നല്ല കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം, ദൈവത്തോട് നന്ദി അർപ്പിക്കപ്പെടണം. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, അനുഗ്രഹിക്കുന്ന
ദൈവമാണ്. അത് ഭൗതികമായുള്ള അനുഗ്രഹമാണ് ഇവിടെ ബേത്ലഹേമിൽ വെളിപ്പെട്ടത്. അവർ തിരികെ വരുമ്പോൾ അവിടെ കൊയ്ത്തുകാലം നടക്കുക, അവിടെ കൊയ്ത്ത് നടക്കുക. സത്യത്തിൽ ആ പദം അന്വർത്ഥമാക്കുന്ന വാക്കല്ലേ ആ വചനം നിവർത്തിക്കപ്പെട്ടത്. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സകലരുടെയും വിശപ്പ് മാറ്റുവാൻ ജീവന്റെ അപ്പമായവൻ യേശു കർത്താവ് ബേത്ലഹേമിൽ വന്ന് ജനിക്കാനിടയായി. ജനിക്കുക മാത്രമല്ല, ക്രൂശിൽ പരമയാഗമായി തീർന്നതുകൂടി, ആ അപ്പം ഭക്ഷിച്ചപ്പോൾ ആ കർത്താവിനെ കണ്ടുമുട്ടിയതുകൂടി നിത്യമായ നരകത്തിൽ നിന്ന് യേശു നമ്മെ വീണ്ടെടുക്കുവാനിടയായി. ആ പദം അന്വർത്ഥമാക്കി സ്തോത്രം. ജീവന്റെ അപ്പമായവൻ, യഥാർത്ഥം അപ്പമായവൻ ഈ ക്ഷാമം കൊടിയുംബരി കൊണ്ട് നിൽക്കുന്ന ബേത്ലഹേമിൽ യേശു ജനിക്കാനിടയായി. ഒന്ന്, അനുഗ്രഹിക്കുന്ന ദൈവം. രണ്ട്, 1-ാം അധ്യായം രൂത്തിന്റെ പുസ്തകം 1-13 വാക്യം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13 വാക്യം. അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു. അതും അദ്ദേഹത്തിന് നവോമിക്ക് മനസ്സിലായി എന്നുള്ള യാഥാർത്ഥ്യം. എന്താണ് യഹോവയുടെ കൈ വിരോധമായി പുറപ്പെട്ടത്? ബേത്ലഹേം വിട്ട് മോവാബിൽ ചെന്നപ്പോൾ ഭർത്താവ് മരിച്ചു. അതൊരു മുന്നറിയിപ്പായിരുന്നു. മടങ്ങിപ്പോകാമായിരുന്നു, മടങ്ങിപ്പോയില്ല. മടങ്ങിപ്പോകില്ല മാത്രമല്ല, 2 ആൺകുഞ്ഞു മക്കൾക്കും കൂടി അവിടെ നിന്ന് വിവാഹാലോചന സ്വീകരിച്ചു. അവരുടെ വിവാഹം അവിടെ വെച്ച് നടന്നു. ഏറെ താമസിക്കുന്നതിന് മുമ്പ് 2 ആൺമക്കളും ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ നവോമി പറയുകയാണ്, സ്തോത്രം, ഇത് യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു. എത്ര പേർക്ക് ഈ പകല് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. പ്രമാണം വിട്ടാൽ യഹോവയുടെ കൈ പ്രതികൂലമാകും. യഹോവയുടെ കൈക്ക് ഒത്തിരി പ്രത്യേകതയാ. പ്രമാണത്തിൽ നിൽക്കുന്നവൻ യഹോവയുടെ കൈ വന്നാൽ അത് വലിയ അനുഗ്രഹമാ. കർമ്മേലിലെ മലമുകളിൽ തീ ഇറക്കിയിട്ട് വരുന്ന ഏലിയാവ് മുഴങ്കാലിമേൽ പ്രാർത്ഥിച്ച് വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് ആഹാബിനോട് വന്ന് പറഞ്ഞിട്ട് ആഹാബിന് കയറിപ്പോകാൻ രഥമുണ്ട്, പക്ഷേ ഏലിയാവിന് സഞ്ചരിക്കാൻ രഥമില്ല. പക്ഷേ ആഹാബിൻ്റെ രഥത്തിന് ചക്രം ഉരുളുന്നതിനേക്കാൾ വേഗത്തിൽ ഇസ്രായേലിൽ എത്താൻ അവിടെ വെളിപ്പെട്ടത് യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നെന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവന് മേൽ, പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവ പൈതലെ, നിന്റെ മേൽ യഹോവയുടെ കൈ വെളിപ്പെടുകയാ. എന്തിനാണെന്നറിയാമോ? ആഹാബിന്റെ രഥത്തിന് മുൻപായി ഓടാൻ ഒരു കരം ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ക്ഷീണിച്ചിട്ടുണ്ടോ? തളർന്നവരാണോ? മനസ്സും അടുത്തവരാണോ? ഇന്ന് പകൽ ധൈര്യത്തോടെ അഭിഷേകത്തോടെ ഒരു കൈ ഇന്ന് പകൽ നമുക്ക് അനുകൂലമായി അത് വെളിപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ കരങ്ങൾ ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? നീ ക്ഷീണിച്ച വ്യക്തിയാണോ? പ്രമാണത്തിലാണോ നിൽക്കുന്നത്? ഇന്ന് പകൽ ഭാരപ്പെടേണ്ട ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നമ്മുടെ മേൽ വന്ന് ക്ഷീണം മാറ്റാൻ. ഭക്തന്മാർക്ക് യഹോവയുടെ കൈ അനുകൂലമാണ്. അകത്ത് യോഹന്നാനെ നാട് കടത്തി. പക്ഷേ ഒരു കർത്തൃദിവസത്തിൽ ആത്മവിവശനായി ആ കർത്തൃദിവസത്തിൽ യോഹന്നാന്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഒറ്റ ദൂത് പറയുന്നു, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽ ഒറ്റ ദൂത് മതി നമ്മെ ധൈര്യത്തോടെ നടത്താൻ. ഇന്ന് പകൽ യഹോവയുടെ കൈ ക്ഷീണിച്ചിരിക്കുന്നവരുടെ മേൽ, അധൈര്യപ്പെട്ടവരുടെ മേൽ ബലത്തോടെ പകരാൻ ഒരു കരം ഇന്ന് പകല്
എൻ്റെ മേൽ വെളിപ്പെടണമെന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം? ഇന്ന് പകൽ വന്നതുപോലെയല്ല, ധൈര്യത്തോടെ, അഭിഷേകത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ പറഞ്ഞേക്കാൻ ഇന്ന് പകൽ ഒരു കരം നമുക്ക് അനുകൂലമായി അത് വെളിപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കി എസ്രായൊക്കെ പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി യഹോവയുടെ കൈ ഞങ്ങൾക്ക് എന്താകണം? അനുകൂലമാകണം. ദൈവത്തിൻ്റെ കരം അനുകൂലമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഭാരപ്പെടുന്ന പ്രിയരെ, പ്രമാണം വിട്ടാൽ ഈ കൈ എന്താകും? പ്രതികൂലമാകും. നവോമി ഇത് മനസ്സിലാക്കി. ഇത് മറ്റൊന്നുമല്ല, എനിക്ക് ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടിരിക്കുന്നത്, ഇതെൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു. ഒന്ന്, അനുഗ്രഹിക്കുന്ന ദൈവം. രണ്ട്, പ്രമാണം വിടുന്നവർക്ക് യഹോവയുടെ കൈ എന്താകും? പ്രതികൂലമാകും. മൂന്ന്, രൂത്തിന്റെ പുസ്തകം തന്നെ, കയ്പ് തരുന്ന ദൈവം. അങ്ങനെ തരുമോ? രൂത്തിന്റെ പുസ്തകത്തിൽ തന്നെ ആ വാക്യമുണ്ട്. ഒന്നിൻ്റെ സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. മതി. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചു. കയ്പ് തരുവോ ദൈവം? കയ്പ് തരുവോ ദൈവം? തരും എന്നാ ഈ വാക്യം പറയുന്നത്. നവോമിക്ക് മനസ്സിലായി, സർവശക്തന്റെ കരം, ആ ദൈവം എന്നോട് കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. കയ്പ് തരുമോ ദൈവം? കയ്പ് തരും. സ്തോത്രം. നവോമിക്ക് മനസ്സിലായി, ഇനി എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറാ എന്ന് വിളിച്ചപ്പോൾ ഞാൻ കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. സർവശക്തൻ എന്നോട് കയ്പായത് പ്രവർത്തിച്ചു. സന്തോഷത്തോടെ പോയ സഹോദരിയും കുടുംബവും ഇതാ അവൾ ഒറ്റയ്ക്ക് മടങ്ങി വരികയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടത് യഹോവയുടെ കൈയായിരുന്നു. ആ സർവശക്തനായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കയ്പായത് പ്രവർത്തിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കായി, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി. ബൈബിളിനകത്ത് ഒത്തിരി കയ്പുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിന് 13-ാമത്തെ വാക്യം തോന്നുന്നു, അത് ഈ ഭർത്താക്കന്മാരിൽ മാത്രം വെളിപ്പെടുന്നൊരു കയ്പാ. വായിക്കാമോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിക്കുകയും അരുത്. ഭർത്താക്കന്മാർ മാത്രം ഉണ്ടാകുന്നൊരു കയ്പാ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായിരിക്കരുത്. അതിലൊന്നും ഒത്തിരി കയ്പുകളുണ്ട്. കയ്പ് ഇസ്രായേലിനോട് മതത്തിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല മുന്തിരിവള്ളി കൊണ്ടവനെ നട്ടു, കായ്ച്ചത് കാട്ടുമുന്തിരിയ. വെള്ളമൊഴിച്ചു, നട്ടു ഒക്കെ ചെയ്തു, പക്ഷേ ഫലത്തിൻ്റെ സമയമായപ്പോൾ കായ്ച്ചത് കാട്ടുമുന്തിരിയ. ഇവിടെ പറയുന്നു, ഭർത്താക്കന്മാരോട് അവരെ ഭാര്യമാരോട് സ്നേഹിപ്പിൻ, കയ്പായിരിക്കരുത്. എഫെസ്യൻകാർക്ക് പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സ്തോത്രം. സത്യത്തിൽ ഈ കയ്പ് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കൂടുതൽ കയ്പ് ഭർത്താക്കന്മാരിൽ വരാൻ കാരണം. ഭാര്യമാർ ചെയ്യുന്ന അല്ലെങ്കിൽ കയ്പ് തരുന്ന പ്രവൃത്തികൾ ഇവർ ചെയ്യുമ്പോൾ നിരന്തരമായിട്ട് വീണ്ടും 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 കർത്താവ് പറയുന്നു, ക്ഷമിക്കാൻ പറയുക. എഫെസ്യനിൽ ആ വാക്യമുണ്ട്. എങ്ങനെ ഭാര്യയെ സ്നേഹിക്കാനാണ് പറയുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഇപ്പോൾ സഭ
നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ചെയ്യും. ആ തെറ്റുകളൊക്കെ കർത്താവ് നമ്മോട് ക്ഷമിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ കർത്താവ് നമ്മളെ എന്തു ചെയ്യുക? സ്നേഹിക്കുകയാണ്. എന്നതുപോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയെ എന്തു ചെയ്യണം? സ്നേഹിപ്പീൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എനിക്ക് സത്യത്തിൽ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്ര, എല്ലാ നാളും ജീവാവസാനം വരെയും ഭർത്താവ് ഭാര്യയോട് എന്തു ചെയ്യണം? സ്നേഹമാണ്. സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ക്ഷമിച്ചു, നാളെ ക്ഷമിക്കണം. നാളെ ക്ഷമിച്ചേക്കും, നാളെ ഇനിയും ക്ഷമിക്കണം. അതിന് കർത്താവ് പറഞ്ഞ തെളിവിതാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കർത്താവ് ക്രൂശ് ചുമന്നതുപോലെ വേണമെങ്കിൽ പറയാം. അന്ത്യം വരെയും. ചിലപ്പോൾ കുറേ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ക്ഷമിക്കാൻ തോന്നത്തില്ല. ഞാൻ അന്ന് പറഞ്ഞതല്ലേ, എപ്പോഴും എന്തിനെങ്ങനെ പറയുന്ന ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ ബൈബിൾ പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതാണ് ബൈബിളിൻ്റെ വ്യവസ്ഥ. കയ്പ് കൊടുക്കുന്ന ചിലർ ഈ ദൈവകൃപ വിട്ട് മാറിക്കഴിഞ്ഞാൽ അവനിൽ വെളിപ്പെടുന്ന മുഴുവനും കയ്പ. എബ്രായലേഖനം 13 വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. ഒരിക്കലും രക്ഷായൻ സാക്ഷ്യം പറഞ്ഞു, ഞാൻ പാമ്പ് പടം പൊളിക്കുന്നത് പോലെ ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. പുറകെ കേട്ടുകൊണ്ടിരുന്ന രക്ഷായൻ പറഞ്ഞു, ആ വിഷസഞ്ചിക്ക് മാറ്റമൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ മധുരം കൊടുക്കേണ്ടവരാ, കയ്പ് കൊടുക്കേണ്ടവരല്ല. നല്ല മുന്തിരിവള്ളി നട്ടു, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? കയ്പല്ല വെളിപ്പെടേണ്ടത്, മധുരിപ്പിക്കണം. സ്തോത്രം. ചിലരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളും കൂടെ വല്ലാതായിപ്പോൾ. കയ്പിലേക്ക് പോകരുത്. ഈ കൃപ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ഉള്ള ഇടത്തെല്ലാം ചെന്ന് എന്ത് ചെയ്യും? കയ്പ് കൊണ്ട് കുത്തിവെക്കും. കൃപ പോയവർ, അഭിഷേകം പോയ ആളുകൾ ചെയ്യുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയിൽ ഓൾറെഡി കൃപ പോയി, ആ പുള്ളിയുടെ അടുത്ത് കയ്പാ. ഈ കയ്പ് കൂടെ വേറെ ആൾക്കൂടെ ഇഞ്ചക്ട് ചെയ്തു. എബ്രായലേഖനത്തിലെ ആ വാക്യം എങ്ങനെയാ? ആരും ദൈവകൃപ വിട്ട് കയ്പ് വേര് മുളപ്പിക്കരുത്. സ്തോത്രം. അപ്പോൾ നോക്കുക, കയ്പ് ഒത്തിരി വേദപുസ്തകത്തിലുണ്ട്. ഞാൻ ആ ഭാഗം അത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കുക, നവോമിക്ക് കാര്യം മനസ്സിലായി. സർവശക്തൻ എന്നോട് എന്ത് ചെയ്തു? കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ കയ്പ് തരുന്ന ദൈവം. മൂത്ത ചിന്ത അതാണ്, കയ്പ് തരുന്ന ദൈവം. നാലാമത്തത് മടക്കി വരുത്തുന്ന ദൈവമാണ്. ആ പുസ്തകത്തിലെ തന്നെ അടുത്ത വാക്യം ഇതാണ്, ഞാൻ നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി. 22 വാക്യം. 21 വായിച്ചു. നിറഞ്ഞവളായി പോയി, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തി. അടുത്ത നാലാമത്തത് മടക്കി വരുത്തുന്ന ദൈവം. 1 അനുഗ്രഹിക്കുന്ന ദൈവം, 2 പ്രമാണം വിടുന്നവർക്ക് യഹോവയുടെ കൈ പ്രതികൂലമാകും, 3 കയ്പ് തരുന്ന ദൈവം, 4 മടക്കി വരുത്തുന്ന ദൈവം. അപ്പോൾ ഈ മനസ്സിലായി, യഹോവ എന്നെ മടക്കി വരുത്തി. ഒരാൾ മടങ്ങി വരണമെങ്കിൽ ദൈവം വിചാരിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വാക്യമുണ്ട്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ എന്തു ചെയ്യണം? മടക്കി വരുത്തണമേ. കർത്താവ് വിചാരിക്കാതെ ഒരാളും മടങ്ങി വരില്ല. പഴയ നിയമത്തിനകത്ത് ഒരാളെ ദൈവം മടക്കി വരുത്തിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് ആ ഭാഗങ്ങൾ. ഒരു വ്യക്തിയെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് വളരെ പരിചിതമായ വ്യക്തി, യോന. നിനവേ ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞ ഉപദേശിയോട് പുള്ളി പോയത് തർശീസിലേക്കാണ്. ഉണ്ടായിരുന്ന പൈസ കൊടുത്ത് ആ കപ്പലിൽ കയറി, കപ്പലിൻ്റെ അടിത്തട്ടി പോയി മനുഷ്യൻ കിടക്കുക.
അതിൻ്റെ 1:4 വാക്ക്, ഈ പുള്ളി കപ്പലിലോട്ട് കയറിയ ആ സ്പോട്ടിൽ തന്നെ കർത്താവ് ഈ മനുഷ്യനെ മടക്കി വരുത്താനുള്ള പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. യഹോവയോ 1:4 അങ്ങനെ വായിക്കുന്നത്, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിക്കാതെ പോയ ഈ മനുഷ്യനെ മടക്കി വരുത്താൻ, ഈ യാത്ര ചെന്നെത്തുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ, ഈ ദൈവദാസനെ, ഈ യോനാ പ്രവാചകനെ മടക്കി വരുത്താൻ ദൈവം പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. പുള്ളി അറിയുന്നില്ല. ഞാൻ ചിന്തിച്ച് ഈ ഭാഗം ഒരിക്കൽ എൻ്റെ മനസ്സിൽ വല്ലാതെ ഇഷ്ടം തോന്നി. ഞാൻ ആ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പലിനകത്ത് എത്ര ആളുകൾ കയറുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏകദേശം ഈ സന്ദേശത്തിന് വേണ്ടി ഒരു 500 ആളുകളുണ്ടെന്ന് വെച്ചു ഈ കപ്പലിനകത്ത്. അവരുടെയും യാത്രകൾക്ക് ഭീഷണിയായി ഈ യോനാ പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ട് കിടന്നുറങ്ങുക. കാറ്റും കോളും അടിച്ചു, കപ്പലിനകത്ത് ചരക്കെല്ലാം പുറത്തേക്ക് കളയുന്നു. പക്ഷെ കാറ്റും കോളും ശാന്തമാകുന്നില്ല. അവരെല്ലാം, ആ കപ്പലിനകത്തുള്ള ആളുകൾ എല്ലാവരും അവരവരുടെ ദൈവത്തോടിന് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ കപ്പലിൻ്റെ അടിത്തട്ട് കിടന്നുറങ്ങുക. എല്ലാവരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവാചകൻ മാത്രം കപ്പലിൻ്റെ അടിത്തട്ട് കിടന്നുറങ്ങുക. വന്ന് ആരുടെ നിമിത്തമാണ് ഈ കോള് സംഭവിച്ചതെന്ന് ആളുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇതൊക്കെ അടിത്തട്ട് കിടന്നുറങ്ങുക. മനുഷ്യനെ വിളിച്ചെഴുതിപ്പിച്ചു. പേര് ചോദിക്കുന്നു, ജാതി ചോദിക്കുന്നു, നീ എവിടുത്തുകാരനാ, എന്താണെന്നൊക്കെ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഞാനൊരു എബ്രായൻ, ഞാൻ കടലും കരയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ പതിച്ചു ആരാധിച്ചു വരുന്നു എന്ന് പറഞ്ഞ് സ്തോത്രം ചീട്ടാർക്ക് വീണു? ചീട്ട് യോനയ്ക്ക് വീണു. എൻ്റെ ചോദ്യം, എൻ്റെ ചിന്ത, ദൈവം ഇത്ര ക്രൂരനാണോ? ഒരു പ്രവാചകം തെറ്റ് ചെയ്തെങ്കിൽ ആ മനുഷ്യനെ എടുത്ത് അങ്ങോട്ട് തളഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ കപ്പലിനകത്തുള്ള അവരുടെ എല്ലാ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി, അവർ നാശനഷ്ടങ്ങൾ വരുത്തി, അവരുടെ പ്രാണന് കേട് വരുത്തുന്ന ഒരു വല്ലാത്ത രീതിയിലല്ലേ കർത്താവ് സർവശക്തനായ ദൈവം ഈ കപ്പലിനിട്ട് ഇളക്കുക. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ കപ്പലിനകത്ത് 500 പേരില്ലേ? ഈ ഒരാൾ തെറ്റ് ചെയ്ത് ആ പുള്ളിനങ്ങ് തീർത്ത് കളാം. ഈ 500 പേരുടെ ജീവൻ എന്തിനാ ഭീഷണിയാകുന്നേ? 500 വലുത്, 1 വലുത്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞ ചിന്ത, എനിക്ക് 500 വിഷയം, എനിക്ക് ഈ ഇവന്റെ തല എനിക്ക് വേണ്ടതാ. ഈ പ്രവാചകൻ എനിക്ക് ആവശ്യമുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ഈ പ്രവാചകന്റെ കയ്യിൽ നിനവേ പട്ടണത്തോട് പറയാൻ ഒരു ദൂത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജനത്തെ മടക്കി വരുത്തേണ്ടതിനും ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ദൈവത്തിൻ്റെ സന്ദേശം, ഒരു അരുളപ്പാട് ഈ അഭിഷേകത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് 500 വിഷയം, എനിക്ക് ഒരാളാണ് വിഷയം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ചിലയിടങ്ങളിൽ നാം രക്ഷപ്പെട്ടത് പോന്നതും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നതിന് പിന്നിലെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വിലപിടിപ്പുള്ളത് എന്തോ നമ്മുടെ കരത്തിൽ ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് പകലും ഇവിടെ ഇരിക്കുന്നത്. എന്താണെന്നറിയാമോ? ആ ദൂത് ജനത്തോട് വിളിച്ചു പറയാൻ സ്വർഗം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ആ ദൂത് പറയാതെ ഒന്നും നമ്മെ തൊടാൻ കഴിയത്തില്ല. നമ്മുടെ പ്രാണന് കേടുവരാൻ, നാം അപകടങ്ങളിൽ പെടാൻ സ്വർഗം അനുവദിക്കത്തില്ല. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഇന്ന് പകല് കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? നീ കർത്താവിന് വിലപ്പെട്ട വ്യക്തിയാണ്. നാം കർത്താവിന് വിലപ്പെട്ടവരാണ്. രക്തം ജയം, രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തില് പല അപകടങ്ങളും അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ വിടിവിച്ചത് ദൈവത്തിന്റെ ദൂത് നിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സന്ദേശം ഒരു ദൂത് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്.
രാജ്യങ്ങളോട്, പട്ടണങ്ങളോട് പറയാൻ ഒരു സന്ദേശം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടത്ര സ്വർഗം നിന്നെ മടക്കി വരുത്തുന്നത്. അതിനാ ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. കർത്താവിന് 500 അല്ല വിഷയം, കർത്താവിന് യോനയ വിഷയം. കാരണം 1,00,000-ൽ മേളിൽ വരുന്ന ജനം പാപത്തിൽ കിടക്കുകയാ. ആ പട്ടണത്ത് നശിച്ചു പോകാതിരിപ്പാൻ ഈ പ്രവാചകനെ അവിടെ ഇറക്കി ആ പട്ടണത്തിൽ മാനസാന്തരത്തിൻ്റെ അനുതാപത്തിന് ദൂത് പ്രസംഗിച്ച് ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്ത ദൈവം കണ്ടേക്കുന്ന അഭിഷിക്തന. അതുകൊണ്ട് ദൈവത്തിന് വിഷയം 500 അല്ല വിഷയം, ഈ ഒരാളാ. സ്വോത്രം. എത്ര പേർക്ക് ഈ പകൽ മനസ്സിലാകുന്നു? കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്വോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവത്തിന് ഒരാളല്ല വിഷയം. ഇന്ന് പകൽ വിളിയുള്ള, നിയോഗമുള്ള, വാഗ്ദത്തമുള്ള നിന്നെ ദൈവത്തിന് വേണം, ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽ അതിന് ദൈവം യോനയെ മടക്കി വരുത്തുകയാ. യോനയെ മടക്കി വരുത്തിയ പദ്ധതി നോക്കിക്കേ. ഞാൻ ഓർക്കട്ടെ, വേറെ പുള്ളിക്ക് എന്തൊരു ചെറിയൊരു അസുഖം കൊടുത്താൽ മടക്കി വരത്തില്ലേ? ദൈവം ഡയറക്റ്റ് പിടിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പിടിച്ചു. നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ നാം മാനസാന്തരപ്പെടാനാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ ദൈവത്തിൻ്റെ സന്ദേശമാണ്, ചിലതൊക്കെ ദൈവത്തിൻ്റെ ദൂത. യഥാസ്ഥാനപ്പെടാൻ, മാനസാന്തരപ്പെടാൻ, ദൈവത്തിലേക്ക് മടങ്ങാൻ, അനുദപിക്കാൻ, പ്രാർത്ഥിക്കാൻ, കരയാൻ, ഉപവസിക്കാൻ ദൈവം തരുന്ന ചില മുന്നറിയിപ്പുകൾ. അത് ഇന്ന് പകൽ വകവെച്ചു അതിനെ ഇന്ന് പകൽ ഏറ്റെടുത്തുകൊണ്ട് സമർപ്പിച്ചു പോയാൽ അത് വലിയ ദൈവപ്രവൃത്തിയായി മാറുകയാ. സ്വോത്രം. കാര്യങ്ങൾ എടുത്ത് സ്വോത്രം ചെയ്യാൻ കഴിയുമോ? ചില രോഗങ്ങൾ നാം മാനസാന്തരപ്പെടാനാ. എല്ലാമൊന്നും ഞാൻ പറയുന്നില്ല. രോഗം വരാൻ 4 കാരണമാണ് ബൈബിൾ പറയുന്നത്. 1, മരിക്കാൻ രോഗം വരും. ആ കാലത്ത് എലീശ മരിക്കത്തക്ക രോഗം പിടിവിട്ടു. 2, ദൈവമഹത്വം ഇറങ്ങി വരാൻ രോഗം വരും. ലാസർ ദീനമായി. യേശു പറയുന്നു, ഈ ദീനം മരണത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ. 3, കർത്താവിൻ്റെ മേശയിൽ നിന്ന് അയോഗ്യമായി അപ്പം ഭക്ഷിച്ച നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും. ഏറ്റവും കൂടുതൽ രോഗികൾ ബന്ധുക്കോസിനകത്ത് മൊത്തം രോഗികളാണ്. നമ്മളെല്ലാം കൂടെ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മരുന്ന് കഴിക്കേണ്ട, ഒരു 4-5 ഗുളിക കഴിക്കേണ്ട സ്ഥിതി വരും. രക്ഷപ്പെട്ടു പോവുക. എന്താ കാരണം? കർത്താവിൻ്റെ മേശയിൽ നിന്ന് അയോഗ്യമായി അപ്പം ഭക്ഷിച്ച നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളാകുക. ഞാൻ എൻ്റെ അമ്മയൊക്കെ മരുന്ന് കഴിക്കുന്ന, ഞാൻ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മരുന്ന് മേടിക്കുക. ചിലപ്പോൾ ചിലരൊക്കെ ഒരു വർഷത്തേക്ക് ആ മരുന്ന് മേടിക്ക് തോന്നും. ഒരു കെട്ട മേടിച്ചുകൊണ്ട് പോകണേ. മനുഷ്യന് മൊത്തം ഒരു 3/4 ആളുകൾ രോഗികളാണ്. 4-മത്തത്, പൗലോസിൻ്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു, ഒരു രോഗമുണ്ടായിരുന്നു. പലതും പല അഭിപ്രായം പറയും. പക്ഷെ ഇത് വിട്ടുമാറാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നീളം വരാതിരിപ്പാൻ കർത്താവിന് കൃപയിൽ നിലനിർത്താൻ വേണ്ടി ചില സാധനമൊക്കെ നമ്മുടെ കയ്യിൽ തരും. അത് പൂർണ്ണമായി മാറില്ല, കൃപ ദൈവം പകരും. ആ രോഗം ശരീരത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മെ കൃപ പകർന്ന് ദൈവം നമ്മെ നടത്തും. എത്ര പേർക്ക് പകൽ മനസ്സിലാകുന്നുണ്ട്? നികളം കയറി അടിക്കാതിരിക്കാൻ, നികളം വരാതിരിക്കാൻ ചിലതൊക്കെ നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിലേ ഇതിനകത്ത് യോഗത്തിന് വരുള്ളൂ. എല്ലാറ്റിനും മറുപടി ആരെങ്കിലും ഇവിടെ വരുമോ? ഇച്ചിരി പ്രശ്നമൊക്കെ ഉള്ളത് നല്ലതാണ്. സ്വോത്രം. എത്ര സമയം പറയും? എല്ലാറ്റിനും മറുപടി വേണ്ട പ്രിയരെ. ലോക പ്രശസ്ത പ്രസംഗകനായ ബില്ലി ഗ്രഹാമിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ വായിച്ചത് ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ എനിക്ക് ബില്ലി ഗ്രഹാമിൻ്റെ ഭാര്യയായിരിക്കാൻ കഴിയില്ലായിരുന്നു. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയില്ല. അത് പറയുമ്പോൾ നിങ്ങളുടെ പിണങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കൃപയിൽ നിൽക്കാൻ ചിലത് ദൈവം നമുക്ക് തരുന്നതാ. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ നോക്കിക്കേ, യോനയെ ദൈവം മടക്കി വരുന്ന പദ്ധതി എന്നൊരു സമുദ്രത്തിൽ പെരുങ്കാറ്റടിപ്പിച്ചു. ആ കാറ്റ് കടലിളക്കി. കടലിളകിയപ്പോൾ കപ്പലിളകി.
കപ്പൽ ഇളകിയപ്പോൾ കപ്പലിൽ ആളുകൾ ഇളകി 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 ഒടുവിൽ അഭിഷത്തിനെ പിടിച്ചു ദൈവം. ഡയറക്റ്റ് പേരാ പറയാമായിരുന്നു, പിടിച്ചില്ല. പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? ഇനി നിൽക്കാൻ ഇടമില്ലെന്ന് മനസ്സിലാക്കത്തക്ക നിലകളിൽ ആ പദം പറയിപ്പിക്കാൻ സ്തോത്രം ദൈവം ഒരുക്കുന്ന വഴിയാ. പുള്ളി പറയുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറയുന്നൊരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളക, അപ്പോൾ സമുദ്രം എന്തു ചെയ്യും? അടങ്ങും. നോക്കിക്കേ, ചീറി അടിക്കുന്ന കൂറ്റം തിരമാലകൾ ശാന്തമാകണമെങ്കിൽ അഭിഷിക്തൻ വെള്ളത്തിൽ വീഴണം. അഭിഷിക്തനെ ഉപേക്ഷിച്ച് കളയല്ല, സേഫായിട്ട് അഭിഷിക്തനെ സ്വീകരിക്കാൻ ഈ കപ്പലിൻ്റെ പിന്നാലെ ഒരു കൂറ്റം മത്സ്യം യാത്ര ചെയ്യുന്നുണ്ട്. സ്തോത്രം. അവനെ തകർത്തു കളയല്ല, നിനവെ പട്ടണത്തിൽ കൊണ്ട് എത്തിച്ച് മാനസാന്തരത്തിന് ദൂത് പ്രസംഗിക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുക. യോനയെ ദൈവം മടക്കി വരുത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, പ്രമാണം വിട്ടുപോയാൽ, അല്പം ദൈവമുഖത്തു നിന്ന് മാറിപ്പോയാൽ അവൻ നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണ്. എത്ര പേർ ഈ പകൽ ആമയം പറയും? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ കർത്താവ് നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണ്. നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണ്. നാം പ്രമാണം വിട്ടുപോകുമ്പോ, ദൈവമുഖം വിട്ട് മോറുമ്പോ, പാറിപ്പോകുമ്പോ അല്പമൊന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് അടികൾ നൽകി തന്ന് നമ്മെ വീണ്ടും കൃപയ്ക്കകത്ത് നിർത്താൻ അവൻ നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് തെളിവ് എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന് ഇപ്പോഴത്തെ തെളിവ് എന്താണ്? എനിക്ക് കാറ് കിട്ടിയതാണോ? വീട് കിട്ടിയതാണോ? ഒരു 5 ഏക്കറൂടെ മേടിച്ചതാണോ? വിദേശ യാത്ര നടത്തിയതാണോ? ഇതെല്ലാം ലഭിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞോണം. എന്താ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ്? ഒറ്റവാക്കിയ തെളിവ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നമ്മുടെ സംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലം വായിച്ചു. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. 5-ാം വാക്യത്തിൽ പറയും, ദൈവം സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ലവോദിക സഭയോട് പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ശാസിക്കുകയും ശിക്ഷിക്കുകയും. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് തെളിവെന്ന് പറയുന്നത് ഭൗതിക മെറ്റീരിയലുകളല്ല. നാം തെറ്റ് ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ എന്തു ചെയ്യും? ശിക്ഷിക്കും. ശിക്ഷ കിട്ടാതെ പോകുന്നവരെ മുഴുവൻ ഓർത്തോടെ നിത്യനരകത്തിൽ പോകും. കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? എന്നെ ഒരു കാര്യത്തിനകത്ത് പലതവണ കർത്താവ് താക്കീത് നൽകി, പലയിടങ്ങളിൽ പല സന്ദർഭത്തിലായിട്ട്. ഈ ഫോണ് കാണുന്ന കാര്യത്തിൽ ചെയ്ത് പല പ്രാവശ്യം എൻ്റെ ഫോൺ കാണാതെ പോയി. വണ്ടി കയറേണ്ടതാണ്. പക്ഷേ ഒടുവിൽ മറ്റൊരു ശിക്ഷ അല്പം കട്ടിയായത്. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് എൻ്റെ ബൈക്കിനിട്ട് വന്നിട്ട് ഒരു ലേഡി ഓടിച്ച കാർ ഇടിച്ചു. ബൈക്ക് ഇടിച്ച് എൻ്റെ തെറിച്ച് പോയില്ല, നിരങ്ങിപ്പോയി, വീണ് മറിച്ചിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് എൻ്റെ വാഹനത്തെ, എൻ്റെ ദേഹത്ത് വണ്ടി ആ കാറ് കയറിയില്ല. പല പ്രാവശ്യം താക്കീത് തന്നിട്ട് അതിനകത്ത് പിന്മാറാതിരിക്കുന്നെങ്കിൽ സ്തോത്ര ദൈവം നമ്മെ മടക്കി വരുത്തും. ഞാൻ മോശപ്പെട്ട കണ്ടു എന്നർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദൈവം തരുന്ന മുന്നറിയിപ്പ് വകവെച്ചോ, അതനുസരിച്ചോണം. ഈ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ആ ദൈവപ്രവൃത്തി കാണും. എത്ര രാമയം പറയാം, എത്ര വിശ്വാസമുണ്ട് ഈ പകല്? ദൈവത്തിൻ്റെ കൽപ്പന കുഞ്ഞതാകട്ടെ, ശാനപ്പെടുന്നത് മാത്രമല്ല കൽപ്പന. ദൈവം എന്ത് പറയുന്നു എല്ലാം അനുസരിക്കണം. ഒരു തെളിവ് പഴയ നിയമത്തിൽ ഞാൻ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അല്പസമയം വചനം ധ്യാനിച്ചപ്പോൾ ഒരിക്കൽ കേട്ട ഭാഗം തന്നെ എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തി.
ഈ ഏലിയാവിനോട് പറയുന്നു, നീ കെരീത്തി പോയിരിക്കുക. അവിടെ വായിക്കുന്നു, 1 രാജ 17 വായിക്കുന്നു, യഹോവയുടെ കൽപ്പന പ്രകാരം അവൻ ചെയ്തപ്പോൾ പിന്നെ സംഭവിച്ചത്, അവനെ പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കപ്പെടുമ്പോൾ അവിടെ ദൈവം അഭിഷിക്തനെ പുലർത്താൻ ദൈവം കാക്കയോട് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ പറയുന്നു, ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇത് കൽപ്പനയാണ്, ഇത് കൽപ്പനയാണ്, അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ദൈവം നമ്മളോട് എന്ത് പറയുന്നു അതനുസരിക്കാൻ തയ്യാറായാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, അവിടെ അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. യോനെ ദൈവം മടക്കി വരുത്തി. നവോമി പറയുന്നു, യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. 5-ാമത്തത് 2-ാം അധ്യായം 12-ാമത്തെ ദൈവം, പ്രതിഫലം തരുന്ന ദൈവം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മോവാബ് വിട്ടു വന്ന രൂത്തും നവോമിയും യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ മടങ്ങിയെത്തി. ബേത്ലഹേമിൽ മടങ്ങിയെത്തി. മടങ്ങി വരുമ്പോൾ അവിടെ കൊയ്ത്തുകാലമാ, യവക്കൊയ്ത്തിന്റെ ആരംഭമാ. പ്രാരംഭത്തിലെത്തി അവരവിടെ. സ്തോത്രം. എത്തി. പിറ്റേ ദിവസം അമ്മായിയമ്മയെ വീട്ടിലിരുത്തി രൂത്ത് വയലിലിറങ്ങി കാല പെറുക്കാൻ. കൊയ്ത്തുകാർ കൊയ്തിന് ശേഷമായി വയലിൽ വീണ് കിടക്കുന്ന കറ്റക്കൂട്ടങ്ങളും നെൽമണികളൊക്കെ പെറുക്കിയെടുക്കാൻ വേണ്ടി രൂത്ത് ആ വയലിൽ ചെന്നു. ആ വയലിൻ്റെ ഉടമസ്ഥൻ ധനവാനായ നല്ലവനായ ബോവസായിരുന്നു. അവിടെയുള്ള കൊയ്ത്തുകാരോട് ചോദിച്ചു, ഇവിടെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരി നമ്മുടെ വയലിൽ പെറുക്കാൻ വന്നിരിക്കുന്നു, ഇതാരാ, എവിടുന്ന് വന്നതാ എന്ന് ചോദിക്കുക. അപ്പോൾ ആരോ പറഞ്ഞു, ചില വർഷങ്ങൾക്ക് പിറകിൽ നാട് വിട്ടുപോയ നവോമിയുടെ മരുമകളായ രൂത്താണ്. ഈ രൂത്തിനോട് ബോവസ് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നീ ഇസ്രായേലിന് ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിലാ നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ രൂത്തിനോട് ബോവസ് പറയാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം തരട്ടെ. എന്ത് പ്രവൃത്തിയാ രൂത്ത് ചെയ്തേ? എന്ത് പ്രവൃത്തി ചെയ്തേ? തൊട്ട് മുകളിലത്തെ വാക്യമാണ്, 11-ാമത്തെ വാക്യം വായിക്കണം. എന്ത് പ്രവൃത്തിയാണെന്ന്. ബോവാസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷമായി സ്വന്തം ദേശം വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, അവര് സേവിച്ചു വരുന്ന ദൈവത്തെ വിട്ട് വയസ്സായ ഈ നവോമി അമ്മച്ചിയോടുകൂടെ യൗവനക്കാരുത്തിയായ രൂത്ത് പുറപ്പെട്ട് അവർ ഒന്നിച്ചു പോന്ന് എന്ത് പ്രതീക്ഷയ്ക്കായി സഹോദരി ഇറങ്ങി തിരിച്ചേ? ഇനിയൊരു ജീവിതമുണ്ടോ ഈ സഹോദരിക്ക്? അറിയാത്ത ദേശത്ത് വന്നിരിക്കുന്നു, ചാർച്ചക്കാരില്ല, സ്വന്തക്കാരില്ല, പ്രിയപ്പെട്ടവരില്ല, ആരുമില്ലാത്ത ഈ ദേശത്തേക്ക് ഈ പ്രായമായ ഈ മാതാവിനോടൊപ്പം ഈ യൗവനത്തെക്കാരുത്തിയായ രൂത്ത് പോരുകയാ. അവൾ ചെയ്ത പ്രവൃത്തിയെ ബോവസ് പ്രശംസിക്കുക. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഭർത്താവ് ജീവനോടിരിക്കും ഒരു ഗ്ലാസ് വെള്ളം അമ്മായിമ്മയ്ക്ക് കൊടുക്കുകയില്ല. ഭർത്താവ് ജീവനോടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളെല്ലാം പിണങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്തോ അതെല്ലാം ഇവിടെ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം സ്വർഗ്ഗത്തിൽ ശിക്ഷയില്ലല്ലോ. സ്വോത്രം സ്വോത്രം. പ്രായമായ മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ നോക്കണം. എൻ്റെ പിതാവ് സ്ട്രോക്ക് വന്നിരിക്കുക, ഒരു 4-5 വർഷമായി. ആദ്യ സമയങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു.
എനിക്കെങ്ങും പോകാൻ മേലാത്ത സ്ഥിതിയൊക്കെയായിരുന്നു. എവിടെയെങ്കിലും പോയി ഇങ്ങനെ വിളിച്ചു വരുത്തും, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ്. ഈ പ്രായമാകുമ്പോൾ ഈ ആളുകൾക്ക് ഈ സ്വഭാവത്തിനൊക്കെ വലിയ പ്രശ്നമുണ്ടാകും. ഞങ്ങളുടെ നാട്ടിൽ പറയും മർക്കടം മുട്ടി, ഇവിടെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രായമാവുന്നവർ ഈ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിടിച്ചവിടെ എന്ത് ചെയ്യണം, ജയിക്കണം എന്നുള്ള ചിന്താഗതിക്ക് വരും. പക്ഷെ മാതാപിതാക്കളെ നോക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. സഭാകോളി വന്നിട്ട് അന്യഭാഷ പറഞ്ഞ് പിടിപ്പിക്കുക, അമ്മായിമ്മയ്ക്കുള്ളത് വെള്ളം കൊടുക്കുകയില്ല, മാതാപിതാക്കളെ നോക്കത്തില്ല. ഇതിനെല്ലാം ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടി വരും. സ്വോത്രം, കരങ്ങളിൽ സ്വോത്രം ചെയ്യാമോ? സ്വോത്രം, സ്വോത്രം. ജീവിതം നന്നാക്കണം. ഈ തബീത മരിച്ച് അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നുണ്ട്. അവിടെ സൽപ്രവൃത്തിയെക്കുറിച്ച് അവിടെ പ്രശംസിക്കുന്നുണ്ട്. മരിച്ചയാളെ അടക്കാൻ താല്പര്യപ്പെട്ടില്ല. എത്രയും വേഗം ഈ പുള്ളിക്കാരത്ത് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഈ സഹോദരി ജീവിച്ചിരുന്ന ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടണം, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. കർത്താവ് നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയാ. നമ്മുടെ പ്രവൃത്തിയെ നന്നാക്കിക്കൊള്ളണം. സ്തോത്രം. നോക്കിക്കേ, രൂത്തിനോട് പറയുന്നു, നീ ചെയ്ത പ്രവൃത്തിക്ക് കർത്താവ് നിനക്ക് എന്ത് തരട്ടെ? പ്രതിഫലം തരട്ടെ. സ്തോത്രം. നീ ചെയ്ത പ്രവൃത്തിയെ നിന്നെ പ്രശംസിക്കാൻ, നിനക്ക് എന്തെങ്കിലും തന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ ധനവാനായ ബോവസിൻ്റെ പക്കൽ ഒന്നുമില്ല. പക്ഷേ നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാ. ദൈവത്തിന് ചിറകുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് ചിറകുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് ചിറകുണ്ടോ എന്ന് ഞാൻ പറയും, ചിറകുണ്ട്. ഒരമ്മയുടെ വാത്സല്യത്തെ വെളിപ്പെടുത്താൻ ബൈബിൾ പറയുന്നു, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആ സ്നേഹവും കരുതലും, അമ്മയുടെ സ്നേഹം വെളിപ്പെടുത്തി ആ ദൈവം നമ്മെ ചേർത്തു നിർത്തുന്ന ദൈവമാണ്. ബോവസ് പറയുന്നു, നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത് മറ്റൊരാളടുത്തല്ല, ഇസ്രായേലിലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമായവർക്കറിയാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ കോഴീനെ അടയിരുത്തും, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ചിലപ്പം 12 അല്ലെങ്കിൽ എത്ര മുട്ട വയ്ക്കും, 12 ഇങ്ങനെ 8, 9 അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയും. ഞങ്ങളുടെ പരിപാടി എന്നാ ചോദിച്ചാൽ, തിരിച്ച് വീട്ടിൽ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിടും. കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിട്ടിട്ട് പുള്ളോ പരുന്തോ ഒന്നും കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാതെ കോഴിക്കുഞ്ഞുങ്ങളെ തന്നെ നോക്കണം. എങ്ങാനും നമ്മൾ കാണാതെ ഈ തള്ളക്കോഴിക്കൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഈ തള്ളക്കോഴിക്ക് നല്ല ബുദ്ധിയാണ്. റബ്ബറയിലോ അടുത്ത ഏതെങ്കിലും മരത്തേൽ എന്തെങ്കിലും പുള്ളോ പരുന്തോ കാക്കയോ വന്ന് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വന്ന് റാഞ്ചിക്കൊണ്ട് പോകാൻ വേണ്ടി തക്കം പാർത്ത് ആ മരങ്ങൾ ഇങ്ങനെ ഇവിടെ പമ്മിയിരിക്കും. പക്ഷേ ഈ തള്ളക്കോഴിയുടെ പ്രത്യേകത എന്നറിയാം, കണ്ണിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സകലത് ഇങ്ങനെ വീക്ഷിക്കും. ഏതെങ്കിലും എവിടെയെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ, ഓമന കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ട് പോയി ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വട്ടമിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും പുള്ളോ പരുന്തോ ഇരിപ്പുണ്ടെങ്കിൽ അതിനെ തള്ളക്കോഴി വീക്ഷിക്കും. എങ്ങാനും തള്ളക്കോഴിയുടെ കണ്ണിൽ ഒരു പുള്ളിനെയോ പരുന്തിനെ ശ്രദ്ധിച്ചാൽ ഈ തള്ളക്കോഴി എന്നാ ചെയ്യുന്നറിയാമോ? ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. അപ്പുറത്ത് മാറി ഈ ചെകഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അറിയാമോ? ഈ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടി വന്ന് ഈ തള്ളക്കോഴി ചിറക് അങ്ങോട്ട് രണ്ടും കൂടെ പൊക്കിക്കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഈ തള്ളക്കോഴിയുടെ ചിറകൻ്റെ അടിയിലോട്ട് വന്ന് കയറിയിരിക്കും. സ്തോത്രം. പിന്നെ ആ തള്ളക്കോഴിയുടെ ചിറകൻ്റെ അടിക്കകത്തു നിന്ന് ആ സേഫായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെയും ഒരു പുള്ളോ പരുന്തോ
മറ്റെന്തോ റാഞ്ചിക്കൊണ്ട് പോകത്തില്ല. ആ തള്ളക്കോഴിയുടെ അടിയിൽ, ആ ചിറകിൻ്റെ അടിയിൽ ആ കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കുക. ഇന്ന് പകല് സ്തോത്ര രൂത്തിനോട് ബോവസ് പറയുന്നു, നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ അടുക്കലല്ല, മറിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ്. ആ കീഴിൽ നീ അനാഥത്വം നീ പേറേണ്ട. ആ സങ്കടം നിനക്ക് മാറ്റിവെക്ക, ആ ദുഃഖം നിനക്ക് മാറ്റിവെക്ക, ആ വേദന നിനക്ക് മാറ്റിവെക്ക. നീ സുരക്ഷിതമായ കരത്തിന്റെ കീഴിലാണ് നീ ആശ്രയിച്ചിരിക്കുന്നത്. രൂത്തേ, നീ അനാഥയല്ല. നീ ഭാരപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നിനക്ക് ഇവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. തകർന്നു പോയ നിന്റെ ജീവിതത്തെ കെട്ടിപ്പണിയാൻ ഈ ബേത്ലഹേം എന്ന മണ്ണ് നിനക്ക് അനുഗ്രഹമാകാൻ പോകുകയാ. എത്ര സുരക്ഷിതമാണ് അത് കണ്ടിട്ടുള്ള ഇവിടെ അമ്മമാർക്കറിയാം. എത്ര സുരക്ഷിതമാ കോഴിക്കുഞ്ഞുങ്ങൾ ആ തള്ളക്കോഴിയുടെ ചിറകന്റെ അടിയിൽ. എത്ര സേഫാണ്, എത്ര ഭദ്രമാണ്. ബോവസ് പറയുന്നു, രൂത്തേ, നീ അനാഥയല്ല, നിന്റെ ജീവിതം തകർന്നു പോയെന്ന് നീ ഓർക്കേണ്ട. ഇവിടെ നീ സേഫാണ്, ഇവിടെ നീ സുരക്ഷിതമുണ്ട്. നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ. ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ഹന്ന എന്ന് പറയുന്ന സഹോദരി ഓടിച്ചെന്ന് ആലയത്തിൽ പ്രാർത്ഥിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപേക്ഷ കേട്ടു. അവളുടെ വേദന ദൈവം മാനിച്ചവർക്ക് തലമുറയെ ദൈവം നൽകിയെന്ന് വായിക്കുകയാ. സ്തോത്രം. ഇന്ന് പകൽ നീ ആശ്രയിച്ചു വന്നിരിക്കുന്ന ഇസ്രായേൽ ദൈവത്തിന് ചിറകിൻ്റെ കീഴിലാ. ആ ദൈവം നിനക്ക് എന്ത് തരട്ടെ? പൂർണ്ണ പ്രതിഫലം നൽകി തരട്ടെ. നാം ചെയ്തതിന് പ്രതിഫലം തരാൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവത്തിനെ കഴിയത്തുള്ളൂ. അവിടെ ബോവസിന് പറയുന്നൊരു പദമുണ്ട്. ബോവസ് ആളുകളോട് പറയുകയാണ്, ഈ രൂത്തിൻ്റെ പേര് പറഞ്ഞ് ആ വയലിനകത്ത് ചില കറ്റക്കൂട്ടങ്ങൾ വലിച്ചിട്ടേക്കുക. പെറുക്കാൻ ഇറങ്ങിയവൾക്ക്, നെൽമണി പെറുക്കാൻ ഇറങ്ങിയവൾക്ക് ഇവളുടെ പേര് പറഞ്ഞു കറ്റക്കൂട്ടം വലിച്ചു മാറ്റിയിട്ടേക്കുക. അവൾ ബോവസ് പറയാണ്, അവൾക്കുള്ള രൂത്തിന്റെ പേര് പറഞ്ഞുള്ള കറ്റക്കൂട്ടങ്ങളുണ്ട്, അതിനാരും അപഹരിക്കരുത്, ആരും പിടിച്ചു പറിക്കരുത്, അവളോട് ആരും ദോഷം ചെയ്യരുത്, അവളെ ആരും കയ്യേറ്റം ചെയ്യരുത്. കാരണം അവൾ ചെയ്ത പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുക എൻ്റെ പക്കലില്ല. അത് പ്രതിഫലം തരേണ്ടത് ഇസ്രായേലിന്റെ ദൈവമാണ്. ദൈവപൈതലെ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ചെലവിട്ടതിന് അതിനൊക്കെ പ്രതിഫലം തരാൻ ഇവിടെ മനുഷ്യരാരുമല്ല, മറിച്ച് സർവശക്തനായ ദൈവം നമുക്ക് പ്രതിഫലം തരാൻ അവൻ വിശ്വസ്തനാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? എത്ര പേർ സന്തോഷിക്കുന്നു? ഇവിടെ ചെയ്ത നല്ല പ്രവർത്തികൾക്ക് ഒരു പക്ഷെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മെ പ്രോത്സാഹനം തരാൻ ആരുമില്ലെങ്കിലും ഇന്ന് പകൽ നാം ചെയ്തതിന് പ്രതിഫലം തന്ന് ഉയർത്താൻ, നമ്മെ മാനിക്കാൻ, ആദരിക്കാൻ ഇന്ന് പകൽ കഴിയുന്നൊരു നല്ല കർത്താവുണ്ട്. 1-2 പറഞ്ഞ വാക്കുകൾക്ക് ഈ പകൽ ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേർക്ക് ഈ പകൽ സന്തോഷമുണ്ട്? നാം ആശ്രയിച്ചു വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ പ്രവൃത്തിയെ തൂക്കി നോക്കുന്നൊരു നല്ല കർത്താവ്. നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലം തരും. എല്ലാ കാലഘട്ടങ്ങളിലും വെളിപ്പാട് പുസ്തകം 7 സഭകൾ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് ആവർത്തിച്ച് ആ ചരിത്ര ഗ്രന്ഥത്തിൽ, പ്രവചന ഗ്രന്ഥത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സ്തോത്രം. നല്ല പ്രവർത്തികൾ ചെയ്യണം, നല്ലത് പറഞ്ഞ് പ്രവർത്തിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. പ്രവൃത്തിയൊക്കെ തൂക്കി നോക്കും. നിന്നെ കുറവുള്ളവനായി കണ്ടെന്നൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയെ തൂക്കി നോക്കുന്ന നല്ല കർത്താവുണ്ട്. രൂത്തിനോട് പറയുന്നു, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരാൻ എൻ്റെ പക്കലില്ല. ബോവസ് ധനവാനാ. എൻ്റെ കയ്യിലെ കുറച്ച് കാശ് തന്നാൽ നിനക്കത് പ്രതിഫലമായി തീരില്ല.
പക്ഷെ നിനക്ക് പ്രതിഫലം തരാം, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരാം എൻ്റെ പക്കലുള്ള പണം തികയില്ല. നീ അത്ര പ്രവൃത്തിയാണ് അമ്മായിമേനെയും പ്രതീക്ഷിച്ച് ഈ മോവാബ് വിട്ട് ബേത്ലഹേമിൽ വന്നത്. അവിടെ ജീവിതം തകർന്നു പോയില്ല. തകർന്നു പോയെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ണിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. സ്തോത്രം, സ്തോത്രം. കുറേ നെൽമണികൾ പെറുക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നവോമി പറയുന്ന കാര്യമുണ്ട്, ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിനക്കൊരു വിശ്രാമ സ്ഥലം ഒരുക്കേണ്ടതല്ലയോ? സ്തോത്രം. പെറുക്കാനിറങ്ങി അവൾക്ക് ആ വയൽ സ്വന്തമാക്കി ദൈവം കൊടുത്തു. ബോവസിനെ രൂത്തിനെ കുറിച്ച് പറയുന്നു, ബോവസുമായി ചർച്ചക്കാരനായ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുക. കളത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ബോവസ് നവോമി രൂത്തിനോട് പറയുന്ന പദമുണ്ട്, ഈ കാര്യം തീർക്കും വരെയും അവൻ സ്വസ്ഥമാകുകയില്ല. നീ സ്വസ്ഥമായിരിക്കുക, നീ അനങ്ങാതിരിക്കുക, നീ അടങ്ങിയിരിക്കുക. നിന്റെ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാൻ പോകുക എൻ്റെ കർത്താവ്. ഈ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നവ 3 കാര്യങ്ങൾ സംഭവിക്കപ്പെടണം, ചെയ്യണം. നമ്മൾ ശാന്തമായിരിക്കണം. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നീ അനങ്ങാതിരിക്കണം, മിണ്ടാതിരിക്കാൻ. പുറപ്പാട് 14 പറയുന്നു, ജനമെല്ലാം ആർപ്പിടുകയാണ്, വല്ലാത്ത അസ്വസ്ഥത, ഞങ്ങൾ നശിച്ചു പോകുമോ, ഫറവോന്റെ കയ്യിൽ അകപ്പെടുമോ എന്ന് പറയപ്പെടുമ്പോൾ മോശ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. മറ്റൊടുത്ത് പറയുന്നു, നിങ്ങൾ അനങ്ങാതിരിപ്പീൻ. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനു മുമ്പായി നമ്മെ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കും, പ്രയാസപ്പെടുത്താൻ ശ്രമിക്കും, ആകുല ചിത്തനാക്കാൻ ശ്രമിക്കും. പക്ഷെ ബൈബിൾ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, നിങ്ങൾ അനങ്ങാതിരിപ്പീൻ. ഈ കാര്യം തീർക്കും വരെയും അവൻ സ്വസ്ഥനാകത്തില്ല. നമ്മുടെ വിഷയം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ? ഈ പകല് നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആ നല്ല ബോബസ് അത് തീർക്കും വരെയും അവൻ സ്വസ്ഥമാകത്തില്ല. നീ അനങ്ങാതിരിക്കുക, നീ മിണ്ടാതിരിക്കുക. രൂത്തേ, നീ ആ വിഷയത്തെ ഓർത്ത് ആകുലപ്പെടേണ്ട, നീ ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് നല്ല ബോവസ്. നല്ല കർത്താവിൻ്റെ കയ്യിൽ ഈ പകൽ വിഷയങ്ങളെ സമർപ്പിച്ച്, തലമുറയുടെ വിഷയങ്ങളെ, കുഞ്ഞുങ്ങളുടെ വിഷയത്തെ, നാളത്തെ ഭാവിയുടെ വിഷയങ്ങളെയൊക്കെ കൊടുത്തിട്ട് ഇന്ന് പകൽ ശാന്തമായിരിക്കുക. അത് പരിഹരിച്ച് തീർക്കാൻ ഇന്ന് പകൽ നല്ലവനായ ബോവസ്, നല്ല കർത്താവ് ഇന്ന് പകൽ മതിയായവനാണ്. ശാന്തമായി ഇന്ന് ഇരുന്ന് കൊടുക്കാൻ കഴിയുമോ? എൻ്റെ വാക്കി പകൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചാർച്ചക്കാരനായ ബോബസുമായി ആ പട്ടണത്തിൽ വെച്ച് മൂപ്പന്മാരുടെ നടുവിൽ തകർന്നുപോയ രൂത്തിന്റെ വിവാഹം, പ്രതീക്ഷ ജീവിതത്തിൽ പ്രതീക്ഷകളെ തരാൻ ആ വിവാഹം അവിടെ നടക്കപ്പെടാൻ പോകുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പട്ടണത്തിലെ മൂപ്പന്മാർ രൂത്തിനെ കുറിച്ച് പ്രശംസിക്കുന്ന വാക്കുകളുണ്ട്. ഇവൾ ലേയെ പോലെയും റാഹേലിനെ പോലെയും ആകട്ടെ, അവർ വരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിയപ്പെട്ടത്. സ്തോത്രം. അങ്ങനെ ഒരാളായി ഇവൾ മാറട്ടെ എന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ പറയുകയാ. മോവാബ് വിട്ടു പോരുമ്പോൾ പ്രതീക്ഷകളൊന്നും ജീവിതത്തിൽ ഇല്ല, പ്രതീക്ഷകളില്ല. ഈ പ്രായമായ അമ്മയുടെ കൂടത്തിൽ എന്നെ കാലം കഴിയുമോ എന്ന് ചിന്ത അകത്തു വന്നേക്കാം. പക്ഷേ ബേത്ലഹേമിൽ എത്തിയതോടുകൂടി തകർന്നുപോയ രൂത്തിന്റെ ജീവിതം അവിടെ പണികൾ ആരംഭിക്കുക. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. തീർന്നില്ല. ഈ അന്യജാതിക്കാരിയായ ഈ സഹോദരിയുടെ പേര് യേശു കർത്താവിൻ്റെ വംശാവലിക്കകത്ത് എഴുതി ചേർക്കാം. ദൈവത്തിന് പ്രസാദം തോന്നി. തകർന്നടിഞ്ഞുപോയ, പ്രതീക്ഷയറ്റുപോയ രൂത്തിന്റെ പേര് ആ ജീവിതത്തെ യേശുവിൻ്റെ വല്യമ്മച്ചിയുടെ പേരിനകത്തേക്ക്, ആ
വംശാവലി എഴുതി വരുമ്പോൾ ഈ പേരും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയെന്ന് എത്ര പേർക്ക് ഈ പകൽ മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അന്യദേവനെ വിട്ട് ഇറങ്ങിപ്പോന്ന രൂത്തിന്റെ ഭവനത്തെ, തൻ്റെ കുടുംബത്തെ, ദൈവം തൻ്റെ ജീവിതത്തെ ആദരിച്ചൊരു നല്ല കർത്താവാണ്. ഒരുമിച്ച് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുക. ഒരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്യാൻ കഴിയുമോ? കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം അതരങ്ങളെ തുറന്ന് ഇന്ന് പകൽ നമ്മുടെ കർത്താവിനോട് ഒന്ന് നന്ദി പറയാൻ കഴിയുമോ? അല്പസമയം ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ, ഇരുളിന്റെ ഭാഷങ്ങൾ, ഇരുളിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ, അസ്വസ്ഥതകൾ, അനാരോഗ്യങ്ങൾ ഇന്ന് പകൽ മാറട്ടെ. ഇന്ന് പകൽ ഒരു പുതിയ ബലം, ഒരു പുതിയ നിറവ്, ഒരു പുതിയ അഭിഷേകം. ക്ഷീണിച്ചിരിക്കുന്നവന് മേൽ യഹോവയുടെ കൈ വെളിപ്പെട്ടതുപോലെ ചിലരുടെ മേൽ ഇന്ന് പകൽ ഒരു കൈ, ക്ഷീണിച്ചിരിക്കുന്നവരുടെ മേൽ യഹോവയുടെ കൈ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. എല്ലാ പോരുകളും ഇന്ന് പകൽ അഴിയട്ടെ. രോഗങ്ങൾ, കെടുതികൾ, പൈശാചിക മണ്ഡലങ്ങള് മൗനമായിരിക്കാതെ അല്പസമയ അധരങ്ങളെ തുറന്ന ശരീരത്തിന്മേൽ ദൈവിക സൗഖ്യം ഇന്ന് പകല, ദൈവിക വിടുതൽ ഇന്ന് പകല. ജീസസ് തകർന്നുപോയി, ഉടഞ്ഞുപോയി, അനാഥത്വം പേർന്ന ചിലരോട് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടുക്കലത്രേ. നീ അനാഥനല്ല, അനാഥയല്ല. ദൈവം നിന്നെ ആദരിക്കുവാൻ, ദൈവം നിന്നെ മാനിക്കുവാൻ. ജീസസ് യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളും ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാറട്ടെ. ക്ഷീണാവസ്ഥകൾ മാറട്ടെ. മാനസികമായ സംഘർഷങ്ങൾ, മാനസികമായ ക്ഷീണങ്ങൾ, എല്ലാ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ കൈതൊടാത്തൊരു കല്ലുപോലെ ഇന്ന് പകൽ യേശുവിൻ്റെ കരം ഇന്ന് പകൽ അനുഭവിക്കപ്പെടുക. അത് ശരീരത്തിൽ അനുഭവിക്കുക. പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ, പെട്ടെന്ന് ചില വഴികൾ, പെട്ടെന്ന് ചില യാത്രകൾ. നീ കർത്താവിന് പ്രിയപ്പെട്ടവരാ, നാം കർത്താവിന് പ്രിയപ്പെട്ടവരാണ്, നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു കർത്താവിൻ്റെ അടുക്കലെത്രേ, പൂർണ്ണ പ്രതിഫലം തരുന്ന, നമ്മെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആളുകളില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട. ഇന്ന് പകൽ യേശു കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമാണ്. യേശുവിൻ്റെ കരം ഇന്ന് പകൽ അനുകൂലമാണ്. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ജീസസ്, എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ഒറ്റ വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അനുഗ്രഹിക്കുന്ന ദൈവം. രണ്ട്, കർത്താവിനെ വിടുന്നവർക്ക് അവൻ്റെ കൈ പ്രതികൂലമാകുകയാണ്. എന്നാൽ ആ കൈ പ്രമാണത്തിൽ നിൽക്കുന്ന ഭക്തനു വേണ്ടി അനുകൂലമാണ്. പത്മോസിൽ ആ കൈ വെളിപ്പെട്ട് യോഹന്നാനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ മേൽ ആ കൈ വന്നു. അഹാബിന് രഥത്തിന് മുൻപായി ഓടാൻ കൃപ നൽകി. തൃക്കൈ തുറക്കുമ്പോൾ തൃപ്തി വരുത്തുന്ന ദൈവമാ. നീട്ടിയ ഭുജം കൊണ്ട് ബലമുള്ള കൈ
മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ 430 വർഷത്തിന് ജനത്തെ വിടിവിച്ചത് ഈ കൈയാണ്. കയ്പ് തരുന്ന ദൈവം, മടക്കി വരുത്തുന്ന ദൈവൊടുവിൽ പൂർണ്ണ പ്രതിഫലം തരുന്നൊരു നല്ല കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി നന്ദി. ഈ വചനം കേട്ട ഏവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ വ്യത്യസ്തമായ വിടുതലായി, രക്ഷയായി, ദൈവപ്രവർത്തിയായി, ദൈവിക സൗഖ്യമായി, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തുപോലെ വചനമായി, മഴയായി, സ്വാന്തനമായി ഈ വചനം മാറാനിടയാക്കണം. അത്ഭുതം ചെയ്യണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നവോമിയുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇന്ന് പകൽക്കാലം കേൾപ്പാനിടയായി തീർന്നല്ലോ. വ്യത്യസ്തമായ ദൈവിക സന്ദേശങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ ഇന്ന് പകൽ കേൾക്കുവാനിടയായി നമ്മെല്ലാവരും ദൈവസന്നിധി പിന്നെയും ഈ രാത്രി സെഷനിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കേണ്ടതിനായി, കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് പിന്നെയും കരമിച്ച് അനുഗ്രഹിപ്പാൻ പൂർണ്ണമായും ഭാഗികമായി ഉപസിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന് ദൃഷ്ടിയും കാവലും സൂക്ഷിപ്പും കർത്താവ് കൈമാറേണ്ടതിനായി നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ നോബലവനേശ്വരങ്ങൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, സ്തോത്രം. ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റി, പ്രതികൂലം മാറ്റി, ഞങ്ങളുടെ നിന്ദകളെ മാറ്റി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തൻ ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അഭിമന്യവനായ ദൈവം, ഹല്ലേലൂയ, ഇവിടുത്തെ മഹത്വത്തെ കുറിച്ച് പകൽക്കാലവും കേൾപ്പാൻ, ഹല്ലേലൂയ, ദൈവകൃപയോട് നിർത്തിയതിനാൽ നന്ദി പറയുന്നു. ഒരു ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരനായി കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മടക്കയാത്തിൽ ദൈവസാന്നിധ്യത്തെ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണമേ. ടി.എം. കോശി പാസ്റ്ററായി സ്തോത്രം, ജോബിൻ പാസ്റ്ററിനായി സ്തോത്രം, വചന സംസാരിച്ച ദൈവസ്ഥനായി സ്തോത്രം. കടന്നു ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും കൃപയിൽ മറയ്ക്കും. രാത്രിയുള്ള ശിക്ഷണയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇനി നടക്കേണ്ട ആ ഫുട്ബോൾ സർവീസിനായി സ്തോത്രം. അതിന് ദൈവസാന്നിധ്യം കൂടെ എനിക്ക് സഹായിക്കും. ഞങ്ങളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനായി നമ്മൾ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരവ് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരും ധന്യമായി അനുഗ്രഹിക്കട്ടെ. കൃത്യം 1:30 തന്നെ അവിടെ ഫ്യൂൽ സർവീസ് ആരംഭിക്കും. കഴിവുള്ള പ്രിയപ്പെട്ടവരെല്ലാം കടന്ന് സംബന്ധിപ്പാൻ ദൈവസ്നേഹത്തിൽ അർപ്പിക്കുന്നു. വൈകിട്ട് കൃത്യം 7 മണിക്ക് രാത്രി സെഷൻ ആരംഭിക്കും. പ്രാർത്ഥനയോടെ എല്ലാവരും കടന്നു വരുവാൻ ദൈവസ്നേഹത്തിൽ അർപ്പിക്കുക.